മനം തുറന്നാലെന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും ഹൃദ്യമായ സ്വാഗതം. മാനസികാരോഗ്യവുമായി ബന്ധപ്പെട്ട പുതിയ വിഷയങ്ങൾ നിങ്ങളിലേക്ക് എത്തിക്കാൻ ഞങ്ങൾ വളരെയധികം ശ്രമിക്കുന്നുണ്ട്. നിങ്ങൾക്കതെല്ലാം ഏറെ ഇഷ്ടപ്പെടുന്നു എന്നറിയുന്നതിൽ ഞങ്ങൾക്ക് അതിയായ സന്തോഷമുണ്ട്. പതിവ് പോലെ ഇന്ന് നമ്മളോടൊപ്പമുള്ളത് വിൻസേഷ്യൻ സഭാംഗവും ക്ലിനിക്കൽ സൈക്കോളജിസ്റ്റുമായ സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലാണ്. സിസ്റ്ററെ ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം സിസ്റ്റർ. കൂടാതെ ഇന്ന് നമ്മളോടൊപ്പം മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികളും കൂടെയുണ്ട്. അവരെയും ഏറെ സ്നേഹത്തോടെ നമുക്ക് ഈ പ്രോഗ്രാമിലേക്ക് സ്വാഗതം ചെയ്യാം. സ്വാഗതം. സിസ്റ്റർ, മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഒരു മുതിർന്നവരുടെ ആരോഗ്യവുമായി മാത്രം ബന്ധമുള്ളതല്ലല്ലോ. ഒരു കുട്ടികളും അതുപോലെ കൗമാരപ്രായക്കാരായ കുട്ടികളിൽ പ്രത്യേകിച്ചും അവരുടെ ഒരു മാനസിക ആരോഗ്യം വളരെ വലുതല്ലേ. ഇന്നത്തെ ഒരു കാലഘട്ടത്തിൽ ഈ കൗമാരപ്രായത്തിലെ കുട്ടികൾ അനുഭവിക്കുന്ന മാനസിക ആരോഗ്യ പ്രശ്നങ്ങളെ കുറിച്ചായാലോ നമ്മുടെ ഇന്നത്തെ ചർച്ച? തീർച്ചയായിട്ടും ടീച്ചർ പറഞ്ഞതുപോലെ തന്നെ മാനസിക ആരോഗ്യം എന്ന് പറയുന്നത് ഏത് കാലഘട്ടത്തിലുള്ള ഒരു വ്യക്തിയുടെയും അഭിലാഷമാണ്, അതുപോലെ തന്നെ അവരുടെ അവകാശവും കൂടിയാണ്. അപ്പം നമ്മൾ സാധാരണ പറയുന്നത് മാനസികാരോഗ്യം ഉത്തരവാദിത്വമാണ്, അവകാശമാണ് എന്നുള്ളതാണ്. അപ്പോൾ തീർച്ചയായിട്ടും അഡോളസെൻ്റ് ഏജിൽ ഒത്തിരിയേറെ മാനസിക സമ്മർദ്ദങ്ങൾ ഇക്കാലഘട്ടത്തിൽ അനുഭവിക്കുന്നുണ്ട്. അപ്പം എനിക്ക് തോന്നുന്നത് ഇത്രയേറെ എനർജറ്റിക് ആയിട്ടുള്ള അഡോളസെൻ്റ് ഗ്രൂപ്പ് നമ്മുടെ കൂടെ ഉള്ളപ്പോഴത്തേക്കും നമുക്ക് അവരോട് തന്നെ ചോദിക്കാം അവരനുഭവിക്കുന്ന മാനസികമായിട്ടുള്ള സമ്മർദ്ദങ്ങൾ എന്താണെന്നൊക്കെ. തീർച്ചയായിട്ടും നിങ്ങൾ മാനസികമായിട്ട് സമ്മർദ്ദം അനുഭവിക്കുന്നുണ്ടോ? ഒരു സ്ട്രെസ് ഉണ്ടോ നിങ്ങൾക്ക് ഏതെങ്കിലുമൊക്കെ രീതിയിൽ? ഏതൊക്കെ രീതിയിലുള്ള ഒരു സ്ട്രെസ്സാണ് നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ അനുഭവിക്കുന്നത്? കുറെ തരത്തിലുണ്ട്. അതിലൊരെണ്ണം എനിക്ക് അനുഭവിക്കുന്നത് പിയർ പ്രഷറാ. സ്റ്റുഡൻസ് എന്തൊട്ട് ആലോചിക്കണത്, ഫ്രണ്ട്സും എങ്ങനെയാണ് നമ്മ എന്താ ചെയ്താ അവരെങ്ങനെ ആലോചിക്കുന്നത്, അതും ഒരു തരത്തിൻ്റെ ഒരു പ്രഷർ ഉണ്ട്. ഓക്കെ, വെരി ഗുഡ്. ആക്കഡമിക് പ്രഷർ, സ്റ്റഡീസിൽ നന്നായിട്ട് പെർഫോം ചെയ്യാനുള്ള ഒരു പ്രഷർ, ഒരു ടാർഗറ്റ് അച്ചീവ് ചെയ്യാനുള്ള നമ്മൾ എടുക്കുന്ന ഒരു സ്ട്രെസ്. ഓക്കെ. ഞാൻ അനുഭവിക്കാറുള്ളത് എപ്പോഴും പാരൻസ് അവർ പലപ്പോഴും നമ്മുടെ ക്ലാസ്സിലുള്ള കുട്ടികളുടെ മാർക്സുമായി കമ്പയർ ചെയ്ത് അതൊരു ടാർഗറ്റായിട്ട് വെച്ചിട്ട് ആ ടാർഗറ്റിനെ അച്ചീവ് ചെയ്യാൻ ആ ഒരു പ്രഷറാണ് ഞാൻ പലപ്പോഴും അനുഭവിച്ച് കേൾക്കാറുള്ളത്. ഓക്കെ. എനിക്കെപ്പോഴും ഈ എക്സാം ടൈമിൽ നല്ല മാർക്സും പിന്നെ ക്ലാസ്സിലെ ടോപ്പർ ആവാനുള്ള പ്രഷർ വരാറുണ്ട്. ഓക്കെ. എനിക്ക് എൻ്റെ പെർസ്പെക്റ്റീവിൽ നിന്ന് വരാറുള്ളത് ഒക്കെ കൂടി ഒരുമിച്ച് ചില സമയത്ത് കൂട്ടിക്കുഴച്ചോണം ഒരവസ്ഥയായിരിക്കും. നമ്മുടെ സ്റ്റഡീസും, ഞാൻ സ്പോർട്സിലുള്ള ഒരാളാണ്, അപ്പോൾ അതും പിന്നെ നമ്മുടെ വീട്ടിലുള്ള പ്രശ്നങ്ങൾ വരുമ്പോൾ ഒക്കെ കൂടി കമ്പൈൻ ചെയ്ത് ഒറ്റടിക്കൊരു സ്ട്രെസ് നമ്മൾ അനുഭവിക്കാറുണ്ട്. ഓക്കെ. സൊസൈറ്റിയിൽ പെർഫെക്റ്റ് ആവാൻ നോക്കാനുള്ളൊരു നമുക്ക് തന്നെയുള്ളൊരു സ്ട്രെസ്. ഓക്കെ ഓക്കെ. എനിക്ക് കൂടുതലും കൾച്ചറൽ ആക്ടിവിറ്റീസിൽ ഇൻട്രസ്റ്റ് ഉള്ള ഒരാളാണ്. അപ്പോൾ ഞങ്ങളിങ്ങനെ സ്കൂളിൽ തന്നെ കുറേ പരിപാടികൾ ഗ്രൂപ്പ് ഐറ്റംസിലൊക്കെ പാർട്ടിസിപ്പേറ്റ് ചെയ്യാറുണ്ട്. അപ്പോൾ അങ്ങനെ പാർട്ടിസിപ്പേറ്റ് ചെയ്തൊരു ഐറ്റത്തിൽ ഇങ്ങനെ കുറേ കാലമായിട്ടും നമ്മൾ പ്രാക്ടീസ് ചെയ്തിട്ടൊരു ഇമ്പ്രൂവ്മെൻ്റ് ഇല്ലാത്തപ്പോൾ നമ്മളൊന്നും ചെയ്തിട്ടില്ല എന്നുള്ളൊരു സ്ട്രെസ് വന്ന് നമുക്കതൊരു ഇൻകംപ്ലീറ്റ്നെസ് ഫീൽ ചെയ്യാറുണ്ട്. ഓക്കെ. സൊസൈറ്റിയിലെ ആൾക്കാർ നമ്മളെ ഇങ്ങനെ ജഡ്ജ് ചെയ്യുന്നു എന്ന കാര്യത്തിൽ ചിലക്ക് സ്ട്രെസ് ഒക്കെ ഉണ്ടാവാറുണ്ട്, സ്റ്റേജ് ഫിയർ അങ്ങനെ. ഓക്കെ ഓക്കെ, വെരി ഗുഡ്. അപ്പോൾ തീർച്ചയായിട്ടും നമുക്കറിയാം ഈ അഡോളസെൻ്റ് ഏജിലുള്ള വിദ്യാർത്ഥികളുടെ ഒക്കെ പ്രതിനിധികളായിട്ടാണ് ഇവരിവിടെ ആയിരിക്കുന്നതും ഈ ചർച്ച നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നു. ഇവർ പറഞ്ഞതുപോലെ തന്നെ ഇതിനെ നമ്മളൊന്ന് ക്രമീകരിച്ച് നോക്കുകയാണെങ്കിൽ ഫിസിയോളജിക്കലായിട്ടുള്ള ചേഞ്ചസ് നിങ്ങളിൽ ഉണ്ടാക്കുന്ന ഒരു സ്ട്രെസ് ഉണ്ട് നിങ്ങൾക്ക്, അല്ലേ? നിങ്ങൾ കുട്ടികളായിരുന്നു പിരുന്നത് പോലെയുള്ള ഒരു ഫിസിക്കൽ സ്ട്രക്ചർ അല്ല വന്നിരിക്കുന്നത്. അപ്പോൾ ഒരു ഫിസിയോളജിക്കൽ ചേഞ്ചസ്, സൈക്കോളജിക്കൽ ചേഞ്ചസ്, കാരണം ഇമോഷൻസിലൊക്കെ നിങ്ങളൊരു 5 വയസ്സുള്ളപ്പോഴത്തേക്കും ചിന്തിച്ചതുപോലെയോ കണ്ടതുപോലെയോ അല്ല ഇന്ന് കാര്യങ്ങളെ കാണുന്നത്. നിങ്ങൾ സോഷ്യലി ഇൻ്ററാക്ട് ചെയ്യുന്നു. അപ്പോൾ ഒരു സൈക്കോളജിക്കൽ ഇമോഷണൽ ആയിട്ടുള്ള ചേഞ്ചസ് നിങ്ങൾ ഈ സ്ട്രെസ് കൊണ്ടുവന്നിട്ടുണ്ട്. പിന്നെ സോഷ്യൽ ചേഞ്ചസിലാണ് നിങ്ങൾ പലരും പറഞ്ഞു സോഷ്യൽ എക്സ്പെക്റ്റേഷൻസ്, പിയർ പ്രഷർ കാര്യങ്ങൾ. ഇനി അക്കാഡമിക് തലത്തിൽ നിങ്ങൾ പ്രഷർ അനുഭവിക്കുന്നുണ്ട്. അപ്പം ഇത്രയും നാൾ നിങ്ങളെ ഇരുത്തി ഏതെങ്കിലും അക്ഷരങ്ങൾ എഴുതിക്കാനോ ബാക്കി കാര്യങ്ങൾ മാത്രമേ, എക്സ്പെക്റ്റേഷൻസ് കുറവായിരുന്നു, അപ്പം ഡിമാൻഡ്സ് കുറവായിരുന്നു. പക്ഷേ ഇപ്പം എന്താണ്, ഡിമാൻഡുകൾ കൂടി നിങ്ങൾക്ക് മൾട്ടി ടാസ്കുകളായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യേണ്ടതായിട്ട് വരുന്നു. അപ്പോൾ ഏതൊരു രീതിക്ക് നോക്കിയാലും നിങ്ങൾ പ്രഷർ
അനുഭവിക്കുന്ന ഒരു തലത്തിലാണ് ഇപ്പോൾ വന്നിരിക്കുന്നത് അല്ലേ. അപ്പം ഇതിനെ ഞങ്ങൾ സൈക്കോളജിക്കലായിട്ട് നോക്കുമ്പോഴത്തേക്ക് ഇതിൻ്റെ അകത്ത് ഒരു ആങ്സൈറ്റി സ്പെക്ട്രം പ്രോബ്ലംസ് ആണ് നമ്മൾ ഇതിനകത്ത് കാണുന്നത്. അപ്പം പലതും ഇവർ അനുഭവിക്കുന്ന സ്ട്രെസ്സ് അവരുടെ അനുദിന ജീവിതത്തിൽ പ്രശ്നങ്ങൾ ഉണ്ടാക്കുകയും അത് മുന്നോട്ട് അവരുടെ ജീവിതത്തെ അത് ബാധിക്കുകയും ചെയ്യുമ്പോഴാണ് അതൊരു ആങ്സൈറ്റി ആയിട്ട് വരുന്നത്. അപ്പം ആങ്സൈറ്റി, ഡിപ്രഷൻ, പോസ്റ്റ് ട്രോമാറ്റിക് കണ്ടീഷൻസ്, അതുപോലെ തന്നെ OCD പോലെയുള്ള, OCD എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു നമ്മൾ പറയുന്ന ഒബ്സസീവ് കമ്പൾസീവ് ഡിസോർഡർ എന്ന് പറയും. ഒരു കാര്യം തന്നെ പിന്നെയും പിന്നെയും നമ്മൾ റിപ്പീറ്റ് ചെയ്തു പോകുന്ന ചില അവസ്ഥകളൊക്കെ. അപ്പോൾ സാധാരണയായിട്ട് നമ്മൾ ഇത്രയും ഈ കാര്യങ്ങൾ എല്ലാം കൂടി ക്രോഡീകരിച്ചുകൊണ്ടാണ് നമ്മൾ ഈ കുട്ടികളുടെ സ്ട്രെസ് കാണുന്നത്. ഏത് തരത്തിലുള്ള സ്ട്രെസ്സുകളാണ്, അല്ലെങ്കിൽ ഏതൊക്കെ രീതിയിലാണ് അവരത് ബാധിക്കുന്നത്? ഇതവരുടെ പഠനത്തെ നന്നായിട്ട് ബാധിക്കുന്നുണ്ട്. കാരണം നമുക്കറിയാം ഓരോ സ്റ്റേജിലുമുള്ളവർക്ക് ഓരോ തരത്തിലുള്ള ടാർഗറ്റാണുള്ളത്. കുട്ടികളെ സംബന്ധിച്ചിടത്തോളം അക്കാഡമിക്കലായിട്ടുള്ള കരിക്കുലർ ആൻഡ് എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ്. അപ്പോൾ ഇത് ഇവരെ ഒത്തിരി പ്രഷറൈസ് ചെയ്യുന്നുണ്ട്. അതുകൊണ്ട് തന്നെ ഇവരുടെ ചിന്തകളിൽ ചിലപ്പോൾ വികലതകൾ വരാം. ഇപ്പോൾ നമ്മൾ അടുത്തിടെ നടത്തിയൊരു സ്റ്റഡീസിൽ നമുക്ക് മനസ്സിലായ ഒരു കാര്യം, മൊറാലിറ്റി ആൻഡ് വാല്യൂസിൽ ഇപ്പോൾ അഡോളസൻസിൽ ഒത്തിരി വ്യത്യാസങ്ങൾ വരുന്നുണ്ട് എന്നുള്ളതാണ്. അതായത് ഒരു ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള ഗോൾ ഓറിയന്റേഷൻ കുട്ടികളിൽ വരുന്നു. അപ്പോൾ പണ്ട് കാലങ്ങളിൽ ഒരു ക്ലാസ്സിലിരിക്കുന്ന എല്ലാ കുട്ടികളെയും ഒരുപോലെ കാണാൻ, അല്ലെങ്കിൽ പരമാവധിയൊക്കെ ഒന്ന് അവരുമായിട്ട് അഡ്ജസ്റ്റ് ചെയ്ത് പോകാനായിട്ട് ഓരോരുത്തരും പരിശ്രമിച്ചിരുന്നു. പക്ഷേ ഇന്നത്തെ ഒരു ലോകത്ത് പ്രത്യേകിച്ച് അഡോളസൻസ് ഇങ്ങനെ ഒരു ഹൈലി ഇൻഡിവിജ്വലൈസ്ഡ് ആയിട്ടുള്ള മെറ്റീരിയലിസ്റ്റിക് ആയിട്ടുള്ള ഒരു വേൾഡിലേക്ക് കടന്നിരിക്കുന്നു. അത് അവരുടെ ഇൻ്റഗ്രേഷനെ, പേഴ്സണാലിറ്റി ഡെവലപ്മെന്റിന്റെ ഒരു സമഗ്രതയെ ബാധിക്കുന്നു എന്നാണ് പഠനങ്ങൾ തെളിയിച്ചിരിക്കുന്നത്. ഇവിടെ പറയുമ്പോൾ പ്രത്യേകിച്ച് ഇപ്പോഴത്തെ കൗമാര കുട്ടികൾ കാണുന്ന ഒരു പ്രവണതയാണ്, ഇപ്പോൾ നമുക്ക് ഒരു സാഹചര്യത്തിൽ നിന്ന് പെട്ടെന്ന് മാറുമ്പോൾ വേറൊരു സാഹചര്യത്തിലേക്ക് പറിച്ചു നടുകയാണെങ്കിൽ, അല്ലെങ്കിൽ വേറൊരു സാഹചര്യത്തിൽ പഠിക്കാൻ വേണ്ടി പോകുന്നതായിരിക്കാം, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു സിറ്റുവേഷനിൽ ചെറിയൊരു മാറ്റം വരുമ്പോൾ തന്നെ അത് അവരെ വല്ലാതെ ബാധിക്കുന്നതായിട്ട്, ആ സിറ്റുവേഷനായിട്ട് അവർക്ക് അങ്ങോട്ട് ചേരാൻ പറ്റാത്തൊരവസ്ഥയിലേക്ക് നിങ്ങൾ പോകുന്നത് കണ്ടിട്ടുണ്ട്. നിങ്ങൾക്ക് അതിനെക്കുറിച്ചിട്ട് എന്തെങ്കിലും അനുഭവങ്ങൾ പറയാമോ? എൻ്റെ ഒരു അഭിപ്രായത്തിൽ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, ഇപ്പം പണ്ടത്തെ കാലത്തൊക്കെ ആണെങ്കിൽ എന്ത് സിറ്റുവേഷൻ വന്നാലും നമ്മൾ പുറത്ത് വന്ന് മിങ്കിൾ ചെയ്ത് നമുക്ക് തന്നെ അതിൻ്റെതായ റീസൺസും അതെന്താണ് പ്രശ്നം എന്ന് നമുക്ക് കണ്ടുപിടിച്ചത് സോൾവ് ചെയ്യാൻ പറ്റും. പക്ഷെ ഇപ്പോഴത്തെ ഒരു ജനറേഷനിൽ നമ്മൾ നോക്കുകയാണെങ്കിൽ, ഇപ്പോൾ ഈ പറയുന്ന ഞാനാണെങ്കിൽ പോലും എൻ്റെ അടുത്ത് അങ്ങനെ നെയ്ബേഴ്സ് എന്ന് പറഞ്ഞാലും എല്ലാവരും ഇങ്ങനെ ജോലിക്ക് പോകുന്ന ആൾക്കാരാണ്. അപ്പോൾ ഒറ്റപ്പെട്ടിരിക്കുന്ന വീട്ടിൽ ഞാൻ മാത്രമേ ഉള്ളൂ. അപ്പോൾ എനിക്ക് അങ്ങനെ പുറത്ത് പോയി അതിൻ്റെതായ ഫൈറ്റ് ചെയ്യാനുള്ള റീസൺസോ ഒന്നും കണ്ടുപിടിക്കാൻ എന്നെ കൊണ്ട് പറ്റില്ല. അപ്പോൾ അങ്ങനത്തെ ഒരു സിറ്റുവേഷനിൽ ഇരിക്കുമ്പോൾ അത് നമ്മളെ നല്ല രീതിയിൽ എഫക്ട് ചെയ്യുന്നുണ്ട്. നിങ്ങൾക്ക് അതിനുള്ളൊരു സാഹചര്യങ്ങൾ തരാത്തതിൻ്റെ പ്രശ്നമുണ്ടോ? അതായത് പേരൻസിൽ നിന്നാൽ നമുക്ക് ഒറ്റയ്ക്ക് ഒരു കാര്യം നേരിടാൻ നിങ്ങളെ അനുവദിക്കാത്തൊരവസ്ഥ നിങ്ങൾക്ക് വരുന്നുണ്ടോ വീട്ടിലെ? ഇഷ്ടംപോലെ ഓപ്പർച്യൂണിറ്റീസ് നമുക്ക് കിട്ടുന്നുണ്ട്, പക്ഷെ ആസ് എ സ്റ്റുഡൻസ് എന്നുള്ള രീതിയിൽ നമ്മളത് യൂട്ടിലൈസ് ചെയ്യുന്നില്ല. അതിനൊരു പുഷ് കിട്ടിയാലേ നമ്മളത് മാക്സിമം യൂട്ടിലൈസ് ചെയ്യുള്ളൂ. ഈ ടീച്ചർ പറഞ്ഞ പോലെ തന്നെ ഓപ്പർച്യൂണിറ്റീസ് തരാത്തതല്ല, പക്ഷെ അതിനെ പലപ്പോഴും പല പാരൻസും ഓപ്പർച്യൂണിറ്റീസ് കിട്ടിയാലും അതിനെ അവഗണിക്കുന്ന ഒരു കൈൻഡ് ഓഫ് മെൻറ്റാലിറ്റി ഉള്ള പാരൻസ് ഉണ്ട്. അത് പല കാരണങ്ങൾ കൊണ്ടായിരിക്കാം. ഇപ്പം നമുക്കറിയാലോ, പല പാരൻസിൻ്റെയും മെയിനായിട്ടുള്ള എയിം ഈ എഡ്യൂക്കേഷനാണ്. അത് പെർസ്യൂ ചെയ്ത് നല്ലൊരു ജോലി വാങ്ങിക്കുകയാണ് അവിടെ മെയിനായിട്ടുള്ള എയിം. അപ്പോൾ അതിൻ്റെ ഇടയിൽ ബാക്കി വരുന്ന കാര്യങ്ങൾ, അതായത് ഈ എക്സ്ട്രാ കരിക്കുലർ ആക്ടിവിറ്റീസ് ആയാലും അതിൽ വരുന്ന കോമ്പറ്റീഷൻസ് ആയാലും അതിൽ എന്ത് മേടിച്ച് നേടുന്നു എന്നല്ല അവരുടെ ഉദ്ദേശം. അതിലിപ്പോൾ ഇനി നമ്മൾ എന്തെങ്കിലും മേടിച്ചു എന്ന് ഇരിക്കട്ടെ, അപ്പോഴും നമുക്കൊരു കോംപ്ലിമെൻറ്റ് കിട്ടില്ല. കാരണം അവരുടെ മെയിനായിട്ടുള്ള ചിന്താഗതി നന്നായി പഠിക്കുക, നല്ല ജോലി കിട്ടുക. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ അവർ പലപ്പോഴും ഇതിനെ അവോയ്ഡ് ചെയ്യാനാണ് നോക്കുക. എനിക്കാണെങ്കിലും ഇപ്പം എനിക്ക് എന്തെങ്കിലും ചെയ്യണമെന്നുണ്ടെങ്കിൽ എൻ്റെ പാരൻസിൻ്റെ പെർമിഷൻ ഇല്ലാതെ എനിക്കൊന്നും ചെയ്യാൻ പറ്റില്ല. അപ്പം അവരുടെ ഈ പാരൻസിൻ്റെ പെർമിഷൻ കിട്ടാതെ നമ്മളൊരു കാര്യം ചെയ്യുക എന്ന് പറയുന്നത് അസാധ്യമാണ്. അപ്പം അങ്ങനെ നോക്കുമ്പോൾ ഓപ്പർച്യൂണിറ്റീസ് കിട്ടാത്തതിൻ്റെ കുറവല്ല, ഓപ്പർച്യൂണിറ്റീസ് പലപ്പോഴും അവോയ്ഡ് ചെയ്യാനാണ് ഇവർ ശ്രമിക്കുന്നത്. അങ്ങനെ തന്നെ നമ്മ പറയണത് പേരൻസ് ചിലപ്പോൾ നമ്മുടെ പാഷൻ അനുസരിച്ചിട്ടല്ല ചെയ്യണത്. അവർക്ക് ഒരു കൺസർവേറ്റീവ് മൈൻഡ് സെറ്റ് ചിലപ്പോൾ ഉണ്ടാവും. ദിയ പറഞ്ഞ പോലെ ഒരു നന്നായിട്ട് പഠിക്കുക, +2 ഫുൾ അടിച്ചിട്ട് നല്ലൊരു ജോലി, നല്ലൊരു കോളേജിൽ പോവുക. പക്ഷെ ചില കുട്ടികൾക്ക് ചിലപ്പോൾ അങ്ങനത്തെ ഒരു വഴി പോകണ്ട. ചിലർക്ക് വേറെ കുറേ സാധനങ്ങളിൽ കഴിവുണ്ടാവും, പക്ഷെ അവർ അതിൽ നല്ലതുപോലെ കിട്ടാൻ നോക്കുമ്പോൾ പേരൻസ് അതിനെ പ്രോത്സാഹിപ്പിക്കില്ല.
അപ്പൊ അവർക്ക് അതിലൊരു ഡിസ്കറേജ്മെന്റ് ഉണ്ടാവും, പിന്നെ വേറെ പ്രശ്നങ്ങൾക്ക് അങ്ങനെ തന്നെ പോയിക്കൊണ്ടിരിക്കും. ഈ പാരൻസ് മാത്രം നമുക്ക് ഓപ്പർച്യൂണിറ്റീസ് തരുന്നില്ലെന്ന് എനിക്ക് പറയാൻ അങ്ങനെ, എൻ്റെ പാരൻസ് അങ്ങനെയല്ല. നമ്മളിപ്പോൾ നോക്കുകയാണെങ്കിൽ ഈ ഒറ്റ മക്കളൊക്കെ ആണെങ്കിൽ പാരൻസ് ഇല്ലാത്തപ്പോൾ അവർ വെറുതെ ഇരിക്കുമ്പോൾ ലൈക്ക് ഇപ്പോൾ അവർക്ക് പെട്ടെന്നൊരു ടോപ്പിക് എന്നിട്ട് ഇതിനെക്കുറിച്ചൊന്ന് പറയാൻ വരും, അവർക്ക് പറയാൻ പറ്റില്ല. കാരണം ഇപ്പോഴത്തെ പിള്ളേരെല്ലാവരും മെയിൻലി ChatGPT, ജെമിനി ഇതൊക്കെ ഉപയോഗിച്ചാണ് ഈ ഹോംവർക്സ്, സ്പീച്ചസ് അങ്ങനെ കുറേ പരിപാടി ചെയ്യുന്നത്. അപ്പോൾ പാരൻസ് ചിലപ്പം ഈ സ്കൂളിൽ നടക്കുന്ന കൾച്ചറൽ പ്രോഗ്രാംസിനൊക്കെ പോകാൻ പറയുമ്പോൾ ഈ എലക്യൂഷൻ എന്ന് പറഞ്ഞൊരു പരിപാടി ഉണ്ട്. എന്ന് വെച്ചാൽ ആ സ്പോട്ടിൽ ടോപ്പിക്ക് വരുമ്പോൾ നമ്മൾ പറയണം. പക്ഷേ ഈ പിള്ളേരിപ്പം ലൈക്ക് അവർ സ്വന്തമായിട്ട് ചിന്തിച്ചൊന്നും ചെയ്യണില്ല. അപ്പോൾ പെട്ടെന്ന് ചോദിക്കുകയാണെങ്കിൽ അവർക്ക് അവരുടെ മൈൻഡ് ഒന്നും ഉണ്ടാവാൻ ചാൻസ് ഇല്ല. അപ്പോൾ നമ്മൾ എപ്പോഴും പാരൻസ് ഓപ്പർച്യൂണിറ്റി തരുന്നില്ലെന്ന് പറയാൻ പറ്റില്ല. അത് ചിലപ്പോൾ ആയിരിക്കാം, പക്ഷേ എൻ്റെ പാരൻസൊന്നും അങ്ങനെയല്ല. എനിക്ക് തോന്നുന്നത് ഇവർ പറഞ്ഞു വരുന്ന കാര്യങ്ങൾ നമുക്ക് കൂടുതൽ മനസ്സിലാക്കാൻ സാധിക്കുന്നത് അക്കാഡമിക് പ്രഷറാണ് ഇവർക്ക് പ്രാഥമികമായിട്ട് തന്നെ ഉള്ളത്. അപ്പോൾ നമ്മുടെ വിദ്യാഭ്യാസ സമ്പ്രദായത്തിലെ കുറേ കാര്യങ്ങൾ, പ്രത്യേകിച്ച് ലിമിറ്റേഷൻസ് ഇന്ന് നമ്മുടെ അഡോളസൻസിൻ്റെ മാനസികമായിട്ടുള്ള സമ്മർദ്ദത്തെ അല്ലെങ്കിൽ മാനസിക ആരോഗ്യത്തെ പ്രതികൂലമായിട്ട് ബാധിക്കുന്നു എന്ന് തന്നെയാണ് പല രീതിയിലുള്ള പഠനങ്ങളും അതോടൊപ്പം തന്നെയുള്ള നമ്മുടെ കേസ് ഹിസ്റ്ററികളും സൂചിപ്പിക്കുന്നത്. ഇതോടൊപ്പം തന്നെ വേറെ ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യമാണ് സോഷ്യൽ മീഡിയയുടെ ഒരു ഇൻഫ്ലുവൻസ്. സോഷ്യൽ മീഡിയ ഹൈലി ഇൻഫ്ലുവൻസ്ഡ് ആയിട്ടുള്ളൊരു ലോകത്തിലാണ് നമ്മൾ ജീവിക്കുന്നത്, അഡ്വർടൈസ്മെൻറ്റുകളാണെങ്കിലും എന്തായാലും. അപ്പം അതിൻ്റെ ഒരു വലിയൊരു കാര്യം എന്ന് പറയുന്നത് ഇപ്പം നമ്മുടെ അഡോളസൻസ് ഉപയോഗിക്കുന്ന ചില ടെർമിനോളജി അല്ലെങ്കിൽ വാക്കുകളൊക്കെ ഉണ്ട് അല്ലേ? അപ്പോൾ എനിക്ക് തോന്നുന്നത് ഇവർക്ക് തന്നെ ആയിരിക്കും അത് കൂടുതൽ പറയാനായിട്ട് സാധിക്കുന്നത്. നിങ്ങൾ സാധാരണയായിട്ട് ഉപയോഗിക്കുന്ന അഡോളസൻസ് ഈ ഏജിലുള്ളവർ ഉപയോഗിക്കുന്ന ന്യൂ ടേംസ് എന്തൊക്കെയാണ്? അങ്ങനത്തെ കുറേ ഉണ്ട്. എനിക്ക് അറിയണത് കുറച്ച് കുട്ടികൾക്കൊരു കിഡിഷ് സാധനം മീംസ് അത് പറയാറ്. അതെന്ന് വെച്ചാൽ കുറച്ച് ഇത്തിരി ഫണ്ണിയും ഇത്തിരി കോർണി ആയിട്ടൊരു സാധനങ്ങളാ. അപ്പൊ ചില സിറ്റുവേഷൻസ് അങ്ങനെ വരുമ്പോ അത് വെറുതെ ഇടും. ഒരെണ്ണം 6-7 പറഞ്ഞിട്ടുണ്ട്. പിന്നെ കുറെ ബ്രെയിൻ റോട്ടും അങ്ങനത്തെ ഇപ്പൊ പുതിയ പുതിയ ട്രെൻഡാ കുട്ടികൾക്കുള്ളത്. പിന്നെ പൂക്കി എന്ന് പറഞ്ഞിട്ടൊരു ടേം ഉണ്ട്. നമ്മൾ ക്യൂട്ടായിട്ടുള്ള ആൾക്കാരെയോ ഫ്രണ്ട്ലി ആയിട്ടുള്ള ആൾക്കാരെയോ കൂടുതൽ വിളിക്കുന്നതാണ് പൂക്കി എന്ന് പറയുന്നത്. പിന്നെ ഈ ടീനേജേഴ്സിൽ നമുക്കറിയാലോ റിലേഷൻഷിപ്സ് ഉണ്ടാവും. അപ്പോൾ അവരിൽ ലൈക്ക് ആ ഒരു കണ്ടെക്സ്റ്റിൽ നമുക്ക് നോക്കുകയാണെങ്കിൽ പുതിയൊരു ടേമാണ് സിറ്റുവേഷൻഷിപ്പ്. അതായത് ഒരു റിലേഷൻഷിപ്പിലുള്ള അടങ്ങിയിരിക്കുന്ന 2 ആൾക്കാരിൽ അവർക്ക് പരസ്പരം ഫീലിങ്സ് ഉണ്ടാവും, പക്ഷേ അത് ഇതുവരെ പുറത്തേക്ക് പറഞ്ഞിട്ടില്ല, അത് അവർ കമ്മിറ്റഡും അല്ല. സോ അങ്ങനെ ലൈക്ക് ആ ഒരു കൈൻഡ് ഓഫ് സിറ്റുവേഷനാണ് നമ്മൾ സിറ്റുവേഷൻഷിപ്പ് എന്ന് പറയുക. ഓക്കെ, പുതിയ പുതിയ ഓരോ വേർഡുകളല്ലേ. പിന്നെ ഇത് പണ്ടൊക്കെ നമ്മൾ 90s പിള്ളേർ, 90s ജനിച്ച വർഷം 90s പിള്ളേർ അങ്ങനെ. പക്ഷെ ഇപ്പം എന്ന് വെച്ചാൽ ഈ വർഷം തൊട്ട് ലൈക്ക് എനിക്ക് ക്ലിയർ ആയിട്ട് അറിയില്ല, ബട്ട് എനിക്ക് തോന്നുന്നു 2010 തൊട്ട് 2015 വരെയുള്ള പിള്ളേരെ നമ്മൾ ജെൻസി എന്ന് വിളിക്കും. അത് കഴിഞ്ഞിട്ടുള്ളവരെ ജെൻ ആൽഫ, പിന്നെ ആൽഫ, പിന്നെ എനിക്കൊന്ന് 90s പിള്ളേരെയൊക്കെ മില്ലേനിയൽസ് എന്ന് പറഞ്ഞൊരു അങ്ങനെ ഒരു പേരിലാണ് വിളിക്കാറുള്ളത്. ഓക്കെ, എനിക്കൊന്നും കൂടി അറിയാവുന്നൊരു വാക്ക് ഞാൻ കൂടുതൽ ഉപയോഗിക്കാറുള്ളൂ. ഇപ്പോൾ ഒരു കോംപ്ലിമെന്റ് രീതിയിൽ നമ്മൾ പെട്ടെന്ന് ഒരാൾ നല്ല രീതിക്ക് എന്താ പറയുക ബ്യൂട്ടിഫുൾ ഒരു ഡ്രസ്സൊക്കെ ഇട്ട് വരുമ്പോൾ നമ്മൾ പെട്ടെന്ന് നമ്മൾ പറയും യാ ബ്രോ യു സ്ലേഡ്. നമ്മൾ ഇംഗ്ലീഷിൽ നമ്മളൊരു കോംപ്ലിമെന്റ് രീതിയിൽ പറയാറുണ്ട്. ഓക്കെ, ഒരാൾ നല്ലൊരു ഔട്ട്ഫിറ്റ് ഇട്ട് അല്ലെങ്കിൽ ഒരാൾക്ക് ഇഷ്ടപ്പെട്ട നമ്മൾ നല്ല ഡ്രിപ്പ് നല്ല എന്ന് പറയും. ഔട്ട്ഫിറ്റിനെ റെപ്രസെന്റ് ചെയ്യണ ഡ്രിപ്പ് എന്ന് പറയും. ഓക്കെ. നമ്മൾ പിന്നെ പൊതുവെ ആൾക്കാർക്ക് കൊടുക്കുന്നൊരു ക്യാരക്ടറൈസേഷൻ മാതിരിയാണ് നമ്മൾ ആൽഫ എന്ന് പറയുന്നത്. എന്താ പറയാ, ഭയങ്കര റെസ്പോൺസിബിലിറ്റി, ലീഡർഷിപ്പ് ക്വാളിറ്റീസ് ഒക്കെ ഉള്ളൊരു രീതിയിൽ പറയണതാ. റിസ് എന്ന് പറയുമ്പോൾ നമ്മൾ ഒരാളായിട്ട് കാണിക്കുന്ന ഒരു ചാം, അങ്ങനെയൊക്കെ പറയാം. ഓക്കെ ഓക്കെ. അപ്പം തീർച്ചയായിട്ടും നമ്മളിപ്പോൾ ഇത് ഉദ്ദേശിച്ചതെന്ന് പറഞ്ഞാൽ ഈ അഡോളസെൻ്റ് ഏജിൽ ഇതേപോലുള്ള വാക്കുകൾ ഉപയോഗിക്കുമ്പോൾ ഇവർക്കതിൻ്റെ മീനിങ് അറിയാം, ഡെപ്ത് അറിയാം. അപ്പം ഇവരൊരു വാക്ക് ഉപയോഗിച്ചു, നമ്മളെ സംബന്ധിച്ചിടത്തോളം പുതിയൊരു വാക്ക്, പക്ഷേ ആ വാക്കിന് കൊടുത്തിരിക്കുന്ന മീനിങ് വിത്ത് ഫീലിങ്സ്, നമ്മൾ പറയണേ അതിൻ്റെ പൂർണ്ണമായിട്ടുള്ളൊരു അർത്ഥം ഇവർക്കറിയാം. അതോടെയാണ് അവർ പറയുന്നത്. ചിലപ്പോൾ ആ ഒരു രീതിയിൽ പറയുമ്പോൾ മറ്റുള്ളവർക്കത് മനസ്സിലാകാനായിട്ട് സാധിക്കുന്നില്ല. അപ്പോൾ ഇവിടെ വരുന്ന ഒരു ഗ്യാപ്പ് ഉണ്ട്. അതായത് നമ്മുടെ കോൺവെർസേഷൻ ഗ്യാപ്പ് അല്ലെങ്കിൽ കൾച്ചറൽ ഗ്യാപ്പ് എന്ന് പറയുന്നൊരു കാര്യം.
ഇത് ഇവരുടെ ശരിക്കും പറഞ്ഞു കഴിഞ്ഞാൽ ഒരു മെൻ്റൽ സ്ട്രെസ് അല്ലെങ്കിൽ ഒരു ജീവിത സമ്മർദ്ദത്തിലേക്ക് പോകുന്നതായിട്ട് എനിക്ക് തോന്നിയിട്ടുണ്ട്. അതുപോലെ ഈ മാനസികമായിട്ടുള്ള നിങ്ങളുടെ ഒരു ആരോഗ്യം എന്ന് പറയുന്നുണ്ടല്ലോ, ഇപ്പോൾ സ്ട്രെസ് വരുന്നത് തന്നെ ഒരു എത്ര സമയം നീണ്ടു നിൽക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് തന്നെ അതിൻ്റെ സൊല്യൂഷൻ കണ്ടെത്താൻ സാധിക്കുന്നുണ്ടോ? ഇപ്പോൾ അത് ഓരോ പേഴ്സണിൽ നിന്ന് വാരി ചെയ്യും. ഇപ്പോൾ എനിക്ക് പേഴ്സണലി പാട്ട് കേൾക്കാൻ ഭയങ്കര ഇഷ്ടമാണ്. അപ്പോൾ ഒന്നാമത് ഈ സ്ട്രെസ് എന്നൊക്കെ പറയുമ്പോൾ നമുക്കൊന്ന് ഫീൽ ചെയ്ത് തുടങ്ങും. നമുക്ക് മൊത്തത്തിലൊരു ഡൗൺ ആയിരിക്കുന്ന ടൈപ്പാണ് നമുക്ക് തോന്നി തുടങ്ങും. അപ്പോൾ നമ്മളിങ്ങനെ പാട്ടൊക്കെ കേട്ട് അത് എനിക്ക് എന്താണോ ഇഷ്ടം എന്നുള്ളതാണ്, അത് പേഴ്സൺ ടു പേഴ്സൺ വാരി ചെയ്യും. അപ്പം എനിക്ക് പാട്ട് കേൾക്കുമ്പോഴാണ് കുറച്ചുകൂടി കംഫർട്ടബിൾ ആണ്. അപ്പം എനിക്ക് ആ ഒരു സൊല്യൂഷൻ ഉള്ളതുകൊണ്ട് എനിക്കത് കുറച്ചും കൂടി റിലാക്സിങ് ആയിട്ട് ഫീൽ ചെയ്യും. ഇതിൻ്റെ അകത്ത് ചില പഠനങ്ങൾ രേഖപ്പെടുത്തുന്ന കാര്യമാണ് റെസിലിയൻസ് കപ്പാസിറ്റി, അതായത് അതിജീവന ശൈലി അല്ലെങ്കിൽ അതിജീവനത്തിനുള്ള അവർക്കുള്ള ആ ഒരു റിസോഴ്സ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ അതിജീവനത്തിന് നമുക്ക് റിസോഴ്സ് ഉണ്ടാകണമെങ്കിൽ, അതായത് ഈ റെസിലിയൻസ് പവർ നമുക്ക് കൂടണമെങ്കിൽ സ്ട്രെസ്സിലൂടെ കടന്നു പോകണം. അപ്പോൾ ഈ സ്ട്രെസ്സിലൂടെ കടന്നു പോകുമ്പോൾ പോസിറ്റീവായിട്ടുള്ള ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി നമ്മൾ ഉപയോഗിച്ചു കഴിഞ്ഞാൽ, ഒരിക്കലത് ഉപയോഗിച്ചു കഴിഞ്ഞാൽ അത് നമ്മുടെ ബ്രെയിൻ ലേൺ ചെയ്യുന്നു, നമ്മുടെ ബിഹേവിയർ അതിനെ അഡാപ്റ്റ് ചെയ്യുന്നു. ഫോർ എക്സാമ്പിൾ, നമുക്കിപ്പോൾ എക്സാം ആണെന്ന് പറയുമെന്ന് ഓർത്തോ. ഇപ്പോൾ നാളെ നിങ്ങൾക്കൊരു എക്സാം ഉണ്ട്. അപ്പോൾ ഈ എക്സാം എന്ന് കേൾക്കുമ്പോഴത്തേക്ക് തന്നെ പലരിലും പല രീതിയിലുള്ള പിക്ചറുകളാണ് വരുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം എക്സാം ആണ്, നന്നായിട്ട് പഠിച്ചു, എനിക്ക് ടോപ്പ് എത്തണം, ഞാൻ ആ ടോപ്പ് മോസ്റ്റിൽ വന്ന് എൻ്റെ പേര് കിടക്കുന്നു, സോ ഹാപ്പിയാണ്. ഇപ്പം ചില കുട്ടികളോടൊക്കെ ഞാൻ സംസാരിക്കുമ്പോൾ അവർ പറയും, സിസ്റ്റർ ഈ എക്സാമിന് അങ്ങനെ പേടിക്കേണ്ട ആവശ്യമൊന്നുമില്ല സിസ്റ്ററെ, എക്സാം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ രസമുള്ള കാര്യമാണ്, നമ്മൾ അവിടെ ചെല്ലുന്നു എഴുതുന്നു. ചിലർക്ക് ഈ എക്സാം കഴിഞ്ഞിട്ട് റിസൾട്ട് വരാറാകുമ്പോഴാണ് സ്ട്രെസ് ഉണ്ടാകുന്നത്. ചിലരെ സംബന്ധിച്ചിടത്തോളം ക്ലാസ്സിൽ അത്രയും സമയം, ഇപ്പം 2 hours ഒക്കെ കണ്ടിന്യൂസ് ക്ലാസ് എടുക്കുന്നു എന്ന് പറയുമ്പോഴാണ് സ്ട്രെസ്. ചില കുട്ടികളെ സംബന്ധിച്ചിടത്തോളം ഈ സമയത്ത് PT പീരീഡ് ആണ്, പുറത്തേക്ക് ഇറങ്ങണം എന്ന് പറയുമ്പോഴാണ് സ്ട്രെസ്. നേരത്തെ പറഞ്ഞ പോലെ ദാറ്റ് ഈസ് വെരി യുണീക്ക്. ഓരോരുത്തർക്കും ഇപ്പോൾ സോഷ്യൽ ഇൻറ്ററാക്ഷൻ നന്നായിട്ടുള്ള ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിൽ കയറാനായിട്ട് കിട്ടുന്നൊരു അവസരം അയാൾക്ക് ഒരു സന്തോഷം, ഹാപ്പി മൊമെൻറ്റ്സ് ആണ്. പക്ഷേ ഒരു ഉൾവലിയുന്ന പ്രകൃതമുള്ള എന്നാൽ അധികമായിട്ടുള്ള ഒരു ഭാഷണ ചാതുര്യമില്ലാത്ത ഒരാളെ സംബന്ധിച്ചിടത്തോളം സ്റ്റേജിൽ കയറാൻ പറയുമ്പോൾ സ്ട്രെസ്സായി. അപ്പോൾ സിറ്റുവേഷൻ അല്ല സ്ട്രെസ് ആക്കുന്നത്, മറിച്ച് നമ്മൾ അതിനെ എങ്ങനെ എടുക്കുന്നു എന്നുള്ളതാണ്. അപ്പം ഞാൻ ഈ റെസിലിയൻസ് പറഞ്ഞു വന്നത്, ഇങ്ങനെ ഓരോ സ്ട്രെസ്സിലൂടെയും കടന്നു പോകുമ്പോൾ നമ്മൾ ഏതെങ്കിലും ഒരു മാനദണ്ഡം ഉപയോഗിച്ചുകൊണ്ടായിരിക്കും അതിനെ ഓവർകം ചെയ്യുന്നത്. അപ്പോൾ എക്സാം വരുന്നു എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ തീർച്ചയായിട്ടും നമ്മൾ എന്ത് ചെയ്യണം? പഠിക്കണം. അപ്പോൾ പഠിക്കാൻ വേണ്ടിയിട്ട് നമ്മൾ എന്ത് ചെയ്യേണ്ടി വരും? ടൈം മാനേജ് ചെയ്യേണ്ടതായിട്ട് വരും. അപ്പോൾ പഠനത്തിന് ഉപകരിക്കപ്പെടുന്ന ചില ടെക്നിക്കുകൾ നമ്മൾ ഉപയോഗിക്കേണ്ടതായിട്ട് വരും. സമയമെടുക്കുന്നു, ഇരിക്കുന്നു, നമ്മൾ വായിച്ചു പഠിക്കുന്നു, അത് ഷോർട്ട് നോട്ട് ആക്കുന്നു, അത് ഒന്നുകൂടി റിവൈസ് ചെയ്യുന്നു, ആ റിവിഷൻ നമ്മൾ ചിന്തിച്ചു കൊണ്ടിരിക്കുന്നു, നമ്മുടെ ചിന്തയെയും കോൺസെൻട്രേഷനെയും അധികം നമ്മൾ പ്രോബ്ലം ആക്കാത്ത രീതിയിൽ ഡിസ്ട്രാക്ട് ചെയ്യാത്ത രീതിയിലൂടെ പോകുന്നു. ഡിസ്ട്രാക്ട് ചെയ്യുന്ന കാര്യങ്ങളെ നമ്മൾ മാറ്റിവെക്കുന്നു. ഫിസിക്കലി ആൻഡ് സൈക്കോളജിക്കലി നമ്മൾ സ്ട്രോങ് ആയിരിക്കാനായിട്ട് ശ്രമിക്കുന്നു. നമ്മൾ ആ ടൈമിന് എക്സാം ഹാളിൽ ചെല്ലുന്നു, അപ്പോൾ ശ്രദ്ധിക്കുന്നു. അപ്പോൾ ഒരു പ്രാവശ്യം അങ്ങനെ ചെയ്തു, എനിക്ക് നല്ല മാർക്ക് കിട്ടി, അല്ലെങ്കിൽ എനിക്കത് ഞാൻ ഉദ്ദേശിച്ച രീതിയിൽ എൻ്റെ മാക്സിമം ലെവലിൽ ചെയ്യാൻ പറ്റി. അങ്ങനെ ഒരിക്കൽ അങ്ങനെ പറ്റിയെങ്കിൽ നമ്മളത് ലേൺ ചെയ്യുവാണ്. ദാറ്റ് ഈസ് എ പോസിറ്റീവ് കോപ്പിംഗ് സ്ട്രാറ്റജി. ഇപ്പം ഇതുപോലെ തന്നെ ചില കുട്ടികൾക്ക് സ്ട്രെസ്സ് വരുന്നു. ഇപ്പോൾ ഈ സ്ക്രീൻ അഡിക്ഷൻ പോലെ അല്ലെങ്കിൽ ഡ്രഗ്സിൽ അഡിക്ഷനൊക്കെ വരുന്ന കുട്ടികളുമായിട്ടൊക്കെ സംസാരിക്കുമ്പോൾ അവർ പറഞ്ഞൊരു കാര്യം, സിസ്റ്റർ എനിക്ക് ആ സമയത്ത് ഭയങ്കര സമ്മർദ്ദം, സ്ട്രെസ്സ് വന്നു. മെൻ്റലി ഞാൻ ഭയങ്കര സ്ട്രെസ്ഡ് ആയി കഴിഞ്ഞപ്പോഴത്തേക്കും എനിക്ക് അതിൽ നിന്നൊന്ന് റിലീവ് ചെയ്യണം. അപ്പം ഞാൻ ചെയ്ത ഒരു കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ആ ഒരു സമയത്ത് എല്ലാവരിൽ നിന്നും മാറിയിട്ട് എനിക്കൊരു സന്തോഷം കിട്ടുന്നൊരു കാര്യത്തിലേക്ക് പോയി. അപ്പോൾ എൻ്റെ കൂടെയുള്ളവർ പറഞ്ഞു, എടാ നിനക്ക് നന്നായിട്ട് കാമായിട്ടിരിക്കണമെങ്കിൽ ഇതങ്ങ് ഉപയോഗിച്ചാൽ മതി എന്ന് പറഞ്ഞു. അങ്ങനെ പതുക്കെ ഡ്രഗ്സ് തുടങ്ങി. അപ്പോൾ ഒരു ഗേറ്റ് വേ സിസ്റ്റമായിട്ട് നമുക്ക് ഈ സ്ട്രെസ്സിനെ
പറയാനായിട്ട് സാധിക്കും. അതെ, ഇപ്പൊ നമ്മള് കുട്ടികളുടെ സ്ട്രെസ് അല്ലെങ്കിൽ കുട്ടികളുടെ മാനസിക സമ്മർദ്ദത്തിനെ അത്ര കാര്യമായിട്ട് എടുക്കുന്നില്ല എന്നുള്ള വീട്ടില് പാരന്റ്സ്, ഇപ്പൊ നമ്മൾ കുട്ടികൾ തന്നെ അമ്മ ഞാൻ ഡിപ്രഷനിലേക്ക് പോകും, നമ്മളൊരു റീൽസ് കണ്ടിട്ടുണ്ട് അല്ലേ, അപ്പോൾ എവിടെ പോയാലും 6 മണിക്കുള്ളിൽ തിരിച്ചു വരണം എന്ന് പറയുന്ന അതുപോലെ നമ്മൾ അങ്ങനത്തെ ഒരു കുട്ടികൾക്ക് നിങ്ങൾക്ക് എന്ത് പ്രശ്നം, ഞങ്ങളല്ലേ കഷ്ടപ്പെടുന്നത്, നിങ്ങൾക്ക് വെറുതെ പഠിച്ചാൽ മതിയില്ലേ എന്ന് ചോദിക്കുന്ന ഒരു ചോദ്യം നമ്മുടെ വീട്ടിൽ പലപ്പോഴും നമ്മൾ കേട്ടിട്ടുണ്ടാവും. അപ്പോൾ എങ്ങനെയാണ് പാരന്റ്സിനെ, ഇത് കുട്ടികളും ഇത് അനുഭവിക്കുന്നുണ്ട് എന്നുള്ളത് പാരന്റ്സ് അറിയണമല്ലോ, അതിനെ കുറിച്ചിട്ടൊരു. തീർച്ചയായിട്ടും നിങ്ങൾ ആദ്യം തുടക്കത്തിലേ പറഞ്ഞല്ലോ നിങ്ങൾക്ക് സ്ട്രെസ് ഉണ്ട്, അല്ലെ സ്ട്രെസ് നിങ്ങളുടെ പ്രായത്തിലുള്ളവർക്ക് സ്ട്രെസ് ഉണ്ടാകാറുണ്ടെന്ന്. നിങ്ങൾക്കുണ്ടാകുന്ന ഈ സമ്മർദ്ദം എങ്ങനെയാ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത്, ആരോടാ നിങ്ങൾ എക്സ്പ്രസ് ചെയ്യുന്നത് കൂടുതലും? യൂഷ്വലി നമ്മൾ പാരന്റ്സിനോട് തന്നെയാണ്. പാരന്റ്സിനോടുള്ള കമ്മ്യൂണിക്കേഷൻ ഉണ്ടെങ്കിൽ യൂഷ്വലി പാരന്റ്സ് ഓർ ഫ്രണ്ട്സ് നമ്മുടേതായിട്ടുള്ള രീതിയിൽ നമ്മൾ ആ സ്ട്രെസ് കളയാൻ ശ്രമിക്കും. കാരണം എങ്ങനെ പോയാലും മുന്നോട്ടുള്ള ലൈഫ് നമ്മൾ അത് തരണം ചെയ്ത് മുന്നോട്ടാണല്ലോ പോകാൻ പറ്റത്തുള്ളൂ. സുരക്ഷിതമായിട്ട് നമുക്ക് പറയാൻ പറ്റുന്നത് പാരന്റ്സിനോടാണ് നമ്മുടെ ചിന്ത, ആ രീതിയിലാണ് നമ്മൾ പറയുന്നത്. പക്ഷെ അവിടെ നമുക്ക് അനുകൂലമായിട്ട് കിട്ടാതെ വരുമ്പോഴാണ് നമ്മൾ വേറെ പലതിലേക്ക്. ചില സമയങ്ങളിൽ നമുക്കത് വരത്തില്ല, അവരും ഒരു സ്ട്രെസ് അടിച്ചിരിക്കുന്ന ഒരു ടൈമിലാണെങ്കിൽ നമുക്കും അത് പറ്റത്തില്ല. അവിടെയാണ് നമുക്ക് സ്കൂൾ കൗൺസിലിംഗ് പോലെയുള്ള കാര്യങ്ങൾ, പ്രോഗ്രാമുകൾ ഒത്തിരി ബെനിഫിഷ്യൽ ആയിട്ട് വരുന്നത്. അതായത് കുട്ടികൾക്ക് നോൺ ജഡ്ജ്മെന്റലി വളരെ കോൺഫിഡൻഷ്യാലിറ്റിയോടുകൂടി ചെല്ലാനും പറയാനും ആ കാര്യങ്ങളെ സോൾവ് ചെയ്യാനും ഒക്കെ നമുക്ക് സാധിക്കുന്നു. അപ്പം ഇവിടെ എല്ലാം നമ്മൾ മനസ്സിലാക്കേണ്ട ഒരു കാര്യം, ഏത് സ്ട്രെസ്സിനെയും അഭിമുഖീകരിക്കണമെങ്കിൽ നമുക്കൊരു കോപ്പിംഗ് സ്ട്രാറ്റജി ഉണ്ടായിരിക്കണം. അപ്പോൾ ആ ഒരു കോപ്പിംഗ് സ്ട്രാറ്റജി പ്രൊഡക്റ്റീവായിട്ടുള്ള പോസിറ്റീവായിട്ടുള്ള നമ്മൾ പഠിക്കുക എന്നുള്ളതാണ്. അതിന് ഏറ്റവും പ്രധാനപ്പെട്ട ഒരു വിഷയം ചിട്ടയായ ജീവിത ശൈലിയാണ്. കാരണം ആദ്യം തന്നെ നമ്മളിൽ ഒരു സെൽഫ് ഡിസിപ്ലിൻ ഉണ്ടായിരിക്കണം. ടൈം മാനേജ്മെൻറ്റിനായാലും ശരി, നമ്മൾ കഴിക്കുന്ന ഭക്ഷണത്തിൻ്റെ ഫുഡിൻ്റെ കാര്യങ്ങളിലായാലും ശരി, എത്ര സമയം റിക്രിയേഷൻ വേണം, എത്ര സമയം നമ്മൾ ഉറങ്ങണം, ആരോടൊക്കെ നമുക്ക് ഇടപെടാനായിട്ട് സാധിക്കും, നമ്മുടെ ഒരു കാഴ്ചപ്പാടിൽ നിന്നുകൊണ്ട് ഏതുവരെയൊക്കെ ഒരാളോട് അടുക്കാനായിട്ട് സാധിക്കും, അവിടെ ഏതൊക്കെയാണ് ഡേഞ്ചറസ് സോണുകൾ എന്നുള്ളത് അറ്റ്ലീസ്റ്റ് നിങ്ങളുടെ പ്രായത്തിൽ മനസ്സിലാക്കാൻ പറ്റുന്ന. ഇപ്പം എനിക്ക് തോന്നുന്നത് മറ്റു ഏത് ജനറേഷനേക്കാൾ കൂടുതലായിട്ട് ഇന്നത്തെ ഈ ജനറേഷൻ മനസ്സിലാക്കുന്നുണ്ട്. ഒത്തിരിയേറെ നിങ്ങൾക്ക് തന്നെ എക്സ്പോഷർ ഉള്ളത് കൊണ്ട് തന്നെ. അപ്പം അവിടെയാണ് പലപ്പോഴും നിങ്ങൾക്ക് മുതിർന്നവരും ടീച്ചേഴ്സും അല്ലെങ്കിൽ പാരൻസും ഒക്കെ പറയുന്ന ചില കാര്യങ്ങളോട് റാഷണലായിട്ട് നിങ്ങൾ റിയാക്ട് ചെയ്യാനായിട്ട് പഠിക്കണം. അതായത് ഒരു കാര്യം പറഞ്ഞു, ഇപ്പോൾ നമ്മൾ ഇതിനു മുൻപേ ചർച്ച ചെയ്ത ഒരു കാര്യമായിരുന്നു സ്ക്രീൻ അഡിക്ഷൻ്റെ കാര്യത്തെക്കുറിച്ച്. നമ്മൾ പറഞ്ഞു അത് പെട്ടെന്നുണ്ടാവുന്നതല്ല, ഗ്രാജുവലി ഉണ്ടാവുന്നതാണ്. സോ ഇവാലുവേറ്റ് യുവർ സെൽഫ് ആൻഡ് അനലൈസ് യുവർ സെൽഫ്. നിങ്ങളിലൊരു അവയർനെസ് ഉണ്ടാവണം, ഞാൻ ഇന്ന് എന്താണ് ചെയ്തത്. അപ്പം നമ്മൾ സാധാരണ പറയും ഒരു മെമ്മറി ട്രാക്ക് എന്ന് പറയുന്ന ഒരു കാര്യം ഞാൻ പറഞ്ഞു കൊടുക്കാറുണ്ട്. അതായത് മോർണിംഗ് ടിൽ ഈവനിങ്, നമ്മൾ വൈകുന്നേരം സ്കൂളിൽ നിന്നെല്ലാം വന്നു പഠിച്ചൊക്കെ കഴിഞ്ഞിട്ട് ഇരുന്നിട്ട് അറ്റ്ലീസ്റ്റ് ഒരു 5 to 10 minutes നമ്മൾ ഇരുന്ന് ഒന്ന് ആലോചിക്കണം, രാവിലെ മുതൽ ഞാൻ കടന്നു പോയ വഴികൾ ഏതൊക്കെയാണ്, ഏതൊക്കെ കാര്യങ്ങൾ എനിക്ക് പോസിറ്റീവായിട്ട്, അതായത് കുറച്ചുകൂടി സന്തോഷം എനിക്ക് തന്നു, എനിക്കിത് പ്രൊഡക്റ്റീവായിട്ട് ചെയ്യാനായിട്ട് സാധിച്ചു, ഏതൊക്കെ കാര്യങ്ങൾ ഞാൻ ഇന്ന് ചെയ്തത് തെറ്റായിപ്പോയി. അപ്പോൾ അവിടെ നമുക്കൊരു സോഷ്യൽ നോമിനോട് ഒരു കൺഫേമിറ്റി ഉണ്ടാവണം. ഓക്കെ, അപ്പോൾ ഞാൻ പറയുന്നത് ഒരു സെൽഫ് ഇവാലുവേഷന് നിങ്ങൾ വിധേയരാകുമ്പോഴും വേറൊരാൾ നിങ്ങളെ ഡിറക്റ്റ് ചെയ്യാനായിട്ട് നിങ്ങളുടെ കറക്ഷൻ കാര്യങ്ങൾ വരുമ്പോൾ അതിനെയും ഒന്ന് ഓപ്പണായിട്ട് തുറന്ന് അക്സെപ്റ്റ് ചെയ്യുമ്പോഴും നിങ്ങൾ അവിടെ ഈ റെസിലിയൻസ്, അതിജീവനം നേടുകയാണ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ മാതാപിതാക്കളോടും ടീച്ചേഴ്സിനോടും മുതിർന്നവരോടും ഒരു വാക്ക് പറയാനുള്ളത്, ഏതൊരു വളർച്ചയുടെ പിന്നിലും പ്രോത്സാഹനം ആവശ്യമാണ്. മക്കൾ ചെയ്യുന്ന കാര്യങ്ങൾക്ക്, അവരിടപെടുന്ന ആ അവസ്ഥകൾക്കൊക്കെ നല്ലതായിട്ട് ചെയ്യുമ്പോൾ, ഞങ്ങൾ പറയും ഡിസൈഡ് ബിഹേവിയർ കാണിക്കുമ്പോൾ പ്രോത്സാഹനം കൊടുത്തിരിക്കണം. അൺഡിസൈഡ് ബിഹേവിയർ ചെയ്യുമ്പോൾ അതിനെ കറക്റ്റ് ചെയ്തിരിക്കണം. എങ്കിൽ മാത്രമേ അവരിൽ ഒരു സമ്പൂർണത നിലനിൽക്കുകയുള്ളൂ, സന്തോഷമായിട്ട് അവർക്കൊരു വ്യക്തിത്വ വികസനത്തിലേക്ക് കടന്നു വരാനായിട്ട് സാധിക്കുകയുള്ളൂ. മനം തുറന്നാൽ എന്ന മാനസികാരോഗ്യ ചർച്ചയുടെ ഇന്നത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ്. ചർച്ചയിൽ പങ്കെടുത്ത സിസ്റ്റർ ഡോക്ടർ ഡോണ തോട്ടത്തിലിനും മാള ഹോളി ഗ്രേസ് അക്കാദമിയിലെ വിദ്യാർത്ഥികൾക്കും ഏറെ സ്നേഹത്തോടെ നന്ദി അറിയിക്കുന്നു.
അടുത്ത ആഴ്ച ഇതേ സമയം ഇതേ ദിവസം പുതിയൊരു വിഷയവുമായി നമുക്ക് കണ്ടുമുട്ടാം. അതുവരെ ഏവർക്കും നന്ദി.